ബ്യൂട്ടിഫുൾ സോൺസ്. ഞാൻ സ്ഥിരമായിട്ട് വരാമെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ തിരക്കിൽ വിട്ടു. ശരിക്കും പറഞ്ഞാൽ തിരക്കിനായിട്ട് കൂടുതൽ എൻ്റെ പെർഫെക്ഷനിസമാണ് എൻ്റെ പ്രശ്നം. അതായത് വീഡിയോ ഇന്ന സ്ഥലത്ത് ചെയ്യണം, ഇങ്ങനെ മൊബൈൽ സെറ്റ് ചെയ്യണം, മൈക്ക്, സൗണ്ട്, സാധനങ്ങളൊക്കെ എൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ് പ്രശ്നം. അതെനിക്ക് നന്നായിട്ട് അറിയാം, എന്നാൽ പോലും എനിക്കതില്ലാതെ പറ്റുന്നില്ല. സോ ഇന്ന് ഞാൻ എൻ്റെ ആ വക തോട്ട്സൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. ഞാനിന്ന് ട്രാവലിങ്ങിൽ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഓക്കെ ഇന്ന് ഡിസൈഡ് ചെയ്തു, ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് വണ്ടി സൈഡാക്കിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. അതായത് ഇതൊട്ടും മോണിറ്റൈസേഷൻ പ്രതീക്ഷിച്ച് ചെയ്യുന്നൊരു പരിപാടിയൊന്നുമല്ല. ഇതെൻ്റെ ഒരു സന്തോഷമാണ്. എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാരോട് പറയാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചില സന്തോഷങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം, അത്രയും ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷനോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇതിലില്ല. പിന്നെ ഇതിലേറ്റവും പ്രശ്നം കൺസിസ്റ്റൻസി ആണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ പോയി, എന്ത് പോയി, എന്തെങ്കിലും തിരക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും. അതാണ് സംഭവം. സോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ ഈ ടോപ്പിക്സ് എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ടോപ്പിക്സ് കുറവാണോ അല്ലെങ്കിൽ ടോപ്പിക്സ് ഇല്ലാത്തതുകൊണ്ടാണോ? ഓഫ് കോഴ്സ് അങ്ങനെ വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തോട്ട്സും എൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ വിചാരിച്ച പോലെ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളതിൻ്റെ ഭംഗിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും നടക്കില്ല. പോയിൻറ്റ്സ് ചിലപ്പോൾ കിട്ടിയാലും എഴുതി വെച്ചാലും പ്രിപ്പയർ ചെയ്ത് ചെയ്യൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിനെ ഞാൻ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ്. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.